നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടിത്തറ പഞ്ചായത്തിൽ തെങ്ങും തൈ ഇറക്കുമതി ചെയ്തതിൽ വ്യാജ ഒപ്പിട്ട് പണം കൈപ്പറ്റിയെന്ന പരാതിയിൽ MGNREGS ഓവർസിയർ ഫൈസലിനെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധ പ്രകടനം നടത്തി. കാർഷിക ആവശ്യങ്ങൾക്കായി പട്ടിത്തറ പഞ്ചായത്ത് ഇറക്കുമതി ചെയ്ത തെങ്ങിൻ തൈ ഇറക്കുകൂലിയിൽ കൃത്രിമം കാണിച്ച് വ്യാജ ഒപ്പിട്ട് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം പഞ്ചായത്തിന് മുന്നിൽ അരങ്ങേറിയത്. 2 രൂപ കൂലിയിൽ 12,100 തൈകൾക്കാണ് തൊഴിലാളികൾ പല സമയങ്ങളിലായി ഇറക്കുകൂലി വാങ്ങിയത്. എന്നാൽ പഞ്ചായത്ത് രേഖകളിൽ 36,400 രൂപ തൊഴിലാളികൾ കൈപ്പറ്റിയതായി കാണുന്നതായും ഇത് ഓവർസിയർ വ്യാജ ഒപ്പിട്ട് കൈപ്പറ്റിയതാണെന്നും സംയുക്ത തൊഴിലാളി യൂണിയൻ ആരോപിച്ചു. INTUC, BMS, STU എന്നീ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാവ് ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. BMS പ്രസിഡന്റ് കുമാരൻ, STU പ്രസിഡന്റ് സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലൂർ റേഷൻ കട പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തെങ്ങിൻ തൈ ഇറക്കിയതിന് കൊണ്ടുപോകാൻ തെങ്ങിൻ തൈ ഇവിടുന്ന് ഓരോ വീട്ടിലേക്ക് എത്തിക്കാൻ അതിന് പ്രത്യേക പൈസ ഇല്ല, ഫണ്ടില്ല, അതിന് പ്രത്യേകം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു തെങ്ങിൻ തൈക്ക് ഇറക്കുമ്പോൾ 10 രൂപ പ്രകാരം ഈ ഇറക്കുന്നിടത്ത് മേടിച്ചിങ്ങനെ. അതിൻ്റെ കൂടാതെയാണ് ഈ തെങ്ങിൻ തൈക്ക് 3 വെച്ചിട്ട് ഇവിടുന്ന് ഈ പൈസയിൽ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ പേര് വെച്ച് എഴുതി ഇവിടുന്ന് ചെക്ക് ഒപ്പിട്ട് മേടിച്ചു. ഇതാണ് സംഭവിച്ചത്. ഈ ചെക്ക് ഇവിടെ ഉദ്യോഗസ്ഥന്മാരാണ് ഫൈസലിന് എഴുതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അല്ല ഫൈസലല്ലല്ലോ. അതുപോലെ തന്നെ ഈ ചെക്ക് മാറിയിരിക്കുന്നത് ഞങ്ങളുടെ പേരിലെ ചെക്ക് മാറിയിരിക്കുന്നത് പട്ടിത്തറ സർവീസ് ബാങ്കിലാണ് ഈ ചെക്ക് കൊണ്ട് മാറിയിരിക്കുന്നത്. ഞങ്ങൾ യാതൊരു പേപ്പർ ഒപ്പിട്ട് കൊടുക്കേ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നു. പൈങ്കുളം റോഡ് 1-ാം മൈൽസിന് സമീപം പോകുന്ന റോഡിന്റെ അടിയിൽ നിർമ്മിച്ച കമാനത്തിന്റെ ഉള്ളിൽ നിന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴായിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത വേനലിൽ ഇവിടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വീടുകളിലേക്ക് കുടിവെള്ളം വേണ്ട രീതിയിൽ എത്തുന്നില്ല എന്ന അവസ്ഥയിലാണ് അധികൃതർ. വേഗത്തിൽ നടപടികൾ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവിൽ നിലം നികത്തുന്നു. ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കൊച്ചിൻ പാലത്തിന് സമീപം ഏകദേശം 2 ഏക്കറോളം ഭൂമി മണ്ണിട്ട് നികത്തി തുടങ്ങി. 326/1 സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയാണ് ഇപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 10 സെന്റ് പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമിയാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് തോടും കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇതിന് ഒരു അധികാര സ്ഥാപനത്തിന്റെയും അനുമതിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരള നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വള്ളത്തോൾ നഗർ കൃഷി ഓഫീസർ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കൈമാറി. എന്നാൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സെക്രട്ടറിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. മൈനിംഗ് വകുപ്പിന്റെ 150 മീറ്റർ പുഴയോരം കെട്ടാനുള്ള അനുമതിയുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ സ്ഥലങ്ങളും മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നത്. ഇതിനെതിരെ നാട്ടുകാരും രംഗത്ത് വന്നിട്ടുണ്ട്. CCTV ന്യൂസ് തളി. സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളായ പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ നിലച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. ട്രാഫിക് നിയന്ത്രണം അവതാളത്തിലായതോടെ 1 വർഷത്തിനിടയിൽ 2 ജംഗ്ഷനുകളിലും നിരവധി അപകടങ്ങൾ സംഭവിച്ചു. നാട്ടുകാർ പലതവണ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുവഴി യാത്ര ചെയ്യുന്നവരിലധികവും വിദ്യാർത്ഥികളാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ ശ്വാസം അടക്കിപ്പിടിച്ചാണ് ഇവർ റോഡ് മുറിച്ചു കടക്കുന്നത്, അതും ദീർഘനേരം കാത്തുനിന്ന ശേഷം. വാഹനങ്ങളാകട്ടെ ഒരു നിയന്ത്രണവും പാലിക്കാതെയാണ് ഓട്ടം. കോഴിക്കോട്, നിലമ്പൂർ എന്നീ സംസ്ഥാന പാതകളിലേക്ക് തിരിയുന്ന പെരുമ്പിലാവ് ജംഗ്ഷനിൽ സിഗ്നൽ വന്നതോടെ തിരക്കും അപകടവും കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ 2 ഭാഗത്തേക്കും തിരിയുന്ന വാഹനങ്ങൾ ഒന്നിച്ച് ജംഗ്ഷനിൽ കയറുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. തിരക്കേറിയ സമയങ്ങളിൽ ഹോണടിച്ചും തിക്കി തിരക്കിയും എത്തുന്ന വാഹനങ്ങൾ യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. സിഗ്നൽ തെളിയാത്തതിന്റെ കാരണം ഇനിയും അജ്ഞാതമാണ്. കെൽട്രോണിന്റെ കയ്യിലായിരുന്ന അറ്റകുറ്റപ്പണി കരാർ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതാണ് പ്രശ്നമെന്നും സൂചനയുണ്ട്. CCTV ന്യൂസ് പെരുമ്പിലാവ്. വാർത്തകൾ തുടരുന്നു. പരുതൂർ പഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ 1-ാം ഘട്ടം 20 ലക്ഷം രൂപ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മഡ് ടർഫ് നിർമ്മാണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, വാർഡ് മെമ്പർമാരായ AKM അലി, സൗമ്യ സുഭാഷ്, രജനി ചന്ദ്രൻ, ശിവശങ്കരൻ, ഋഷാദ് മാസ്റ്റർ, വിജയൻ CV തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിറങ്ങളുടെ ചുവരെഴുത്തിന്റെ ചൂടിലേക്ക് മാറി അച്ഛനും മക്കളും.
ചങ്ങരംകുളം മൂക്കുതല പിടാവന്നൂർ സ്വദേശി പ്രേമദാസും മക്കളായ അഗ്നിതയും അർപ്പിതുമാണ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികൾക്കായി ചുവരെഴുതാനുള്ള തിരക്കിലമർന്നത്. പ്രേമദാസ് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ചുവരെഴുത്ത് രംഗത്ത് സജീവമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മോഹൻ കടവല്ലൂരിനൊപ്പം ചേർന്ന് ബാനർ എഴുതാൻ പഠിക്കുന്നത്. ഡിഗ്രി കാലമായതോടെ സ്വന്തമായി ചുവരെഴുതാൻ തുടങ്ങി. ആദ്യ ചുമരെഴുത്ത് ബനാത്തുവാലയ്ക്ക് വേണ്ടിയായിരുന്നു. പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും എഴുത്തിൽ സജീവമായി. 1998-ൽ ചങ്ങരംകുളത്ത് നിറം ആർട്സ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി. ഫ്ലക്സിന്റെ കടന്നുവരവോടെ സ്ഥാപനം അടച്ചു. ഇപ്പോൾ വീട്ടിലിരുന്നാണ് ജോലികൾ ചെയ്യുന്നത്. മൂക്കുതല ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി അഗ്നിതയും 9ാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിതും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം ചുവരെഴുത്തിൽ സജീവമാകും. പ്രേമദാസിനും കുടുംബത്തിനും കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിലും ചുവരെഴുത്തിൽ അതില്ല. ഏതു പാർട്ടിക്കാർക്കു വേണ്ടിയും അച്ഛനും മക്കളും എഴുതും. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് പ്രേമദാസ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതി 2023-2024 വനിതാ ഗ്രൂപ്പ് സ്വയം തൊഴിൽ സംരംഭം വരവൂർ പഞ്ചായത്ത് പിലാക്കാട് ജാസ് ഗാർമെന്റ് ആരംഭിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. നഫീസ ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി. സുനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ പി. പ്രബീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം TM വാത്തുകുട്ടി, വരവൂർ പഞ്ചായത്ത് EDVO A. സബ്ന, ജാസ് ഗാർമെന്റ്സ് പ്രസിഡന്റ് കെ.വി. സഫിയ, ജാസ് ഗാർമെന്റ്സ് സെക്രട്ടറി ജസീല സലാം എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ വനിതകൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള ഒരു പദ്ധതിക്കാണ് 6,27,000 രൂപ ഞങ്ങൾ മാറ്റിവെച്ചത്. അതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഗ്രാമസഭകളിൽ കൂടി തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കളെ പഞ്ചായത്ത് അത് അംഗീകരിച്ച് തന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ജനസംഖ്യയിൽ പകുതിയിലധികം സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 1996 ജനകീയാസൂത്രണ പ്രസ്ഥാനം നിലയിൽ വന്നപ്പോൾ ആ ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഇതോടെ നിലവർ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in. നമസ്കാരം.